Again food. ചട്നി. ഇത് മറ്റേ ബ്രെഡ്. പോഹ. എടാ മഞ്ഞിനൊന്നിച്ചില്ലേ പോകും വരുന്നു. ഒന്നുകൂടെ പറഞ്ഞു. മണാലിയിൽ ഞങ്ങൾ 2 ദിവസമായിട്ട് താമസിക്കുന്ന റൂം. ഇത് ഞങ്ങളെ ബെഡാണ്. ഇത് ബെഡ്ന്നില്ലേ ഇങ്ങനെ കിടന്നുള്ള വ്യൂ നോക്കിയ. സമയം 10:20. അവസാനം ഞങ്ങൾ ഈ വ്യൂവിനോട് വിട പറയുകയാണ്. ഈ റൂമിനോട് വിട പറയുകയാണ്. റൂം ഞങ്ങൾക്ക് തരുമ്പോൾ അങ്ങ് ഉണ്ടായിരുന്നു, അതേപോലെ സെറ്റാക്കി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബൈ റൂം. മണാലിയോട് വിട പറയാൻ പോവാണ്. ബൈ ഭവാനി വില്ല. അപ്പോൾ 110 ഞങ്ങളുടെ റൂം. സ്റ്റെപ്പിൻ്റെ അടുത്തുള്ള വ്യൂ കേട്ടോ. നല്ല ഇതുണ്ടായിരുന്നു, ഫോഗൊന്നും എൻ്റെ ഇടയിൽ. അപ്പോൾ അവസാനം ഞങ്ങൾ വിട പറയുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ബോസ്. ബൈ. ഇത് റൂം ഇതാട്ടോ, ഞങ്ങൾക്ക് കിട്ടിയ റൂം ഇതാണ്. ഹോട്ടൽ ഭവാനി വില്ല. 10-ൽ 10 കൊടുക്കാൻ പറ്റും കേട്ടോ, അത്ര അടിപൊളിയാണ്. ഇവിടുത്തെ സ്റ്റാഫും അടിപൊളിയാണ്. കിച്ചൺ സ്റ്റാഫും. ഇത് ബോസാണ്, ഫുൾ പവറുള്ള ആൾ, ഫുൾ സപ്പോർട്ടാണ് ആൾ. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തു. ഹോട്ടൽ ഭവാനിയിലൂടെ വിട പറയുകയാണ്. ഇന്ന് ഞങ്ങളെ വണ്ടി ആൾട്ടോ ആണ്. ഇന്നലെ ഞങ്ങൾ അടൽ ടണലിൽ പോകുന്ന സമയത്ത് വണ്ടി ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ ഇന്ന് ആൾട്ടോ ആണുള്ളത് വണ്ടി. വണ്ടി കുത്തിയിട്ട് അതിൻ്റെ ബമ്പർ ഇങ്ങനെ ഉള്ളിലേക്ക് പോയിരുന്നു. മണാലിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു നാഗർഗാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് വന്ന്. പക്ഷെ അവിടെ എന്തോ വർക്കിംഗ് നടക്കുന്നതുകൊണ്ട് ക്ലോസ് ആണ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കുറച്ച് മുകളിൽ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. ഈ ബോർഡ് ഇത് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ 50 രൂപ ആർട്ട് ഗാലറി എത്തിയിട്ടുണ്ട്. നിക്കോളാസ് ഹീന ഗാലറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ ആണെങ്കിൽ പ്രത്യേകം എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം, 30 രൂപ. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അല്ല വേറൊന്നുമില്ല, പ്രത്യേകിച്ച് കാണണമെന്നില്ല. ഇതിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നത് ലാഭമൊന്നുമില്ല. ഞങ്ങൾക്കൊരു കാസ്റ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് വന്നതാണ്. അവിടെ വരുമ്പോൾ അവിടെ ക്ലോസ് ആണ് ആ സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് അത് ആർട്ട് ഗാലറിൻ്റെ എൻട്രൻസ്. ആ എൻട്രൻസ് കഴിഞ്ഞ് ഇവിടെ ഒരു സാധനമുണ്ട്. 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വന്നത് ആർട്ട് ഗാലറി കാണാനല്ല. ഇവിടെ സാധനമുണ്ട്, ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. ഈ കാർ ഉണ്ടാക്കിയത് 1930-ലാണ്. സാധനം നോക്കിയാൽ ഡോഡ്ജിൻ്റെ സാധനം. നമ്മൾ ഇപ്പോഴത്തെ ഡോഡ്ജിലാണ്ടുള്ളൂ, നമുക്ക് 1930 ഉണ്ടാക്കിയ ഡോഡ്ജ് കാണാം. മോനെ 1930 ഉണ്ടാക്കിയ ഡോഡ്ജിൻ്റെ ഫസ്റ്റ് കാല എംബ്ലാണ് ഈ കാണുന്നുള്ള ഡോഡ്ജ്. പൊള്ളിയല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഡോഡ്ജ്, കാസർഗോഡ് നിലവിൽ ഒരു ഡോഡ്ജ് ചലഞ്ചറും ചാർജറൊക്കെ ഉണ്ട്. ഇത് 1930 നിക്കോളാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡോഡ്ജ്. അവിടെ ബാക്കിൽ എന്തൊക്കെയോ ഫോട്ടോസൊക്കെ ഉണ്ട്. അവിടെയുള്ള ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്. മഞ്ഞുമല. ആ കാസ്റ്റിൽ നിന്ന് ആർട്ട് ഗാലറിയിലേക്ക് പോകുമ്പോൾ ഒരു ടെമ്പിൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഹഡിംബയ്ക്ക് പോയ അതിൻ്റെ മുകൾ ഭാഗം പോലെ തന്നെയാണ് ഇതുള്ളത്. താഴികക്കൂടെ കണ്ട അതേപോലെ തന്നെയുള്ള. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഡ്രൈവറിനോട് നിർത്താൻ പറഞ്ഞിട്ട് അയാൾ അവിടെ സൈഡാക്കിയിട്ട് ഞങ്ങളിവിടെ കാണാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ഡ്രൈവർ കുസുകുസ് പറഞ്ഞിരുന്നു എന്താണ് നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചൊരു കണ്ണൊരു ഫാമിലി ഉണ്ട്. ഇവരാണ് ആ ഫാമിലി. ഇവർ പറഞ്ഞ സെറ്റ്, ഇവരാണ് ബസ് നിർത്തിയത്. അപ്പോൾ ഞങ്ങളും നിർത്തി. 2 വണ്ടിയിലാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ചെരുപ്പിടാൻ പാടില്ല എന്നുള്ളൊരു ചിഹ്നമുണ്ട്. അപ്പോൾ ഇത് എന്താണ് എങ്ങനെ ചരിത്രമൊന്നും എഴുതിച്ചിട്ട് കാണുന്നില്ല. ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ഞങ്ങളിങ്ങോട്ട് വന്ന് മുഴുവൻ എന്തൊക്കെയോ ഇപ്പം മഴ പെയ്തതിൻ്റെ മുഴുവൻ വെള്ളമുണ്ട്. ഇവിടെ കുറേ കൽപ്രതിമകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ മൂലയിൽ നിന്ന് ഓരോന്നും കൽപ്രതിമകളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കണ്ട ഒരു പഴയ മരം കൊണ്ടുണ്ടാക്കി വെച്ചാൽ ഒരു പഴയ ബിൽഡിങ്. ഇത് എന്താ എവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ട് മനസ്സിലാക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഫോൾസ് ഉണ്ട്.
ആ ഇതൊന്നുമില്ല, ഇതൊന്നും നിലവറയാ. ആ പഴയ ചട്ടി മാത്രമൊക്കെ കൂട്ടി വെച്ചൊരു സ്ഥലം അങ്ങനെ ആയിരിക്കും അല്ലേ. പക്ഷെ ഇത് നല്ല പഴക്കമുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കാണുമ്പോൾ നല്ല പഴക്കമുണ്ട്. നമുക്ക് പിന്നീട് ഗൂഗിൾ നോക്കിയിട്ട് സംഭവം മനസ്സിലാക്കാം. ആ നല്ല പഴക്കമുണ്ട് മനസ്സിലാണെങ്കിൽ ഇവിടെ കണ്ടാൽ തന്നെ മതി. അവിടെ തന്നെ കാണുന്നത് നല്ല പഴക്കം കാണുന്നുണ്ട്. പക്ഷേ ഈ അവസാനം കണ്ട ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട്, ഒരു പ്രതിമ വേണ്ട, ഇതിൻ്റെ എൻഡിൽ ആ മരത്തിൽ ഉണ്ടാക്കി വെച്ച സംഭവമാണത്. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലുള്ള പോലെ ഇതല്ല. ഇതെന്താ വ്യത്യാസം? ഒരു മൃഗത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പിന്നെ മതപരമായതുകൊണ്ട് പക്ഷെ അറിയാതെ പറയുന്നില്ല. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇവിടെയും പ്രതിഷ്ഠകളുണ്ട്. ഉൾഭാഗം ഉണ്ടോ? അവിടെ ഒരു കുരങ്ങനെ വെള്ളം കുടിക്കുന്ന നോക്കിയേ. ഞങ്ങൾ ആ ടെമ്പിളിൽ കയറി ഇറങ്ങുമ്പോൾ ഇത് ഞങ്ങൾ ഒന്നിച്ചുള്ള ടീം, അപ്പോഴേക്ക് വേറൊരു പാലക്കാട് ടീം. ഇത് ഫുള്ള് മലയാളീസ് തന്നെ എവിടെ പോയാലും. ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ നോക്കിയേ, അടിപൊളി വ്യൂ അല്ലേ. ടെമ്പിളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇവിടെ ഒരു സ്ഥലം കണ്ട്. 2025 ഇവിടെ മണാലിയിലൊരു ഫ്ലഡ് ഉണ്ടായിരുന്നു. ആ ഫ്ലഡിൽ സംഭവിച്ചതാണ് ഇത് കാണുന്നത്. പുഴയായിരുന്നു. ഇത് മൊത്തം മലയിടിച്ചിലൊക്കെ വന്നിട്ട് മലയിടിച്ചിലൊക്കെ സംഭവിച്ചിട്ട് ആകെ പുഴയൊക്കെ ഫുള്ള് കല്ല് നിറഞ്ഞ് നിൽക്കുകയാണ്. ഈ പുഴൻ്റെ ഇത് കണ്ടോ, ഒരു ഇത് പോർഷൻ മാത്രമേ പോകുന്നുള്ളൂ, ബാക്കി ഫുള്ള് പാറക്കല്ല് നിറഞ്ഞ് നിൽക്കുകയാണ്. കുറേ റോഡുകളും മറ്റൊക്കെ വെള്ളത്തിൽ ഒലിച്ച് പോയിട്ടുണ്ട്. തിരിച്ചു പോകണം. റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. മണാലിയിലാണ് ഇത്. ഫസ്റ്റ് ഒരാൾക്ക് 1500 പറഞ്ഞു, 9 കിലോമീറ്ററിന്. ഞങ്ങൾ മുണ്ടി അവസാനം 700 രൂപ കിട്ടി. എന്ത് പുഴ ഇവിടെ ഇത് നോക്കണ്ട, ഈ ശാന്തമായ ഒന്നും നോക്കണ്ട. ഇതിന് അങ്ങോട്ടൊക്കെയാണ് അവനെ കിളി വാറുന്നത്. നോക്കിയേ, നനഞ്ഞിട്ടില്ലേ. ഞങ്ങൾ വന്ന സാധനം എവിടെയോ ഉണ്ട്. ഓന്തി കയറി നോക്കിയേ. ഇനിയില്ലേ ഞങ്ങൾ ഇതൊക്കെ കയ്യിലൊക്കെ ഫുള്ള് ചാളി. അവിടെ ഇറങ്ങുന്നിടത്ത് ഫുള്ള് ചാളിയാണ്, ഫുള്ള് ചാളി. ഇനിയിപ്പോൾ അവിടെ എവിടെയോ ഡ്രസ്സിങ് റൂം ഉണ്ട്. പിന്നെ അവിടെ പോയി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നനഞ്ഞ് പണ്ടറടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കാർ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പോൾ കാർ അവിടെ എത്തി. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സെറ്റ് ആവട്ടെ. ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. ഇവിടെയൊക്കെ അഡ്വഞ്ചറാണ് കേട്ടോ. വണ്ടി തെറിച്ചിട്ട് ഇതിനേക്കാൾ അഡ്വഞ്ചറുള്ള സ്ഥലമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി തണുത്ത് പറിച്ചിട്ടുണ്ട്. ഒരുത്തരൊക്കെ ഇറങ്ങുമ്പോൾ ഫുള്ള് പീക്കായി സെറ്റായി ഷൂ ഒക്കെ ഇട്ട് നോക്കിയ പാൻറ്റൊക്കെ മടിക്കച്ച് കോളം നോക്കിയ. മുസഫിൽ തണുക്കുന്നേ ഇല്ലാന്നാ പറഞ്ഞു നേരത്തെ. ഞങ്ങൾ അവിടെ കഴിഞ്ഞ് ഈ കുറച്ചപ്പുറത്താട്ടോ ഇതിൻ്റെ എക്സിറ്റ്, പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന പോയിന്റ്. അവിടുന്ന് കുളിച്ച് ഫ്രഷായി ഇതവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ശ്രീ മഹാദേവി എന്തോ മന്ദിർ. കുളുവിലൊരു മന്ദിറിലൊക്കെ വന്നിട്ടുള്ള നല്ല ഹൈറ്റുള്ള മന്ദിരമാണ്. ഇതിന് മുകളിൽ എന്തൊക്കെയോ ഉണ്ട്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ദിവസം ഇരുന്നത്. ഇവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ട്. ഞങ്ങളന്ന് കഴിച്ചിട്ടില്ല. ഞങ്ങളെന്തായാലും പെട്ടെന്ന് ഇറങ്ങി, അതിനുള്ളത് പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി. ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു പുഴയെ നോക്കിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇവിടെയൊക്കെ നോക്കിയ മഞ്ഞല്ല, ഇവിടെയൊക്കെ ഫോഗാണ് കേട്ടോ. മഞ്ഞില്ല, നല്ല ഫോഗുണ്ട് ചുറ്റും. അജയ് കുളു ഷോൾ ഫാക്ടറി. ഷോൾ ഫാക്ടറി ഇത് കേട്ടപ്പോൾ കാണാൻ വന്നത്, ഞങ്ങളെ പാക്കേജിലുണ്ട്. അത് കാണാൻ വന്നതാണ്. കൈകൊണ്ട് നെയ്യാണ്.
ഇങ്ങനെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന കുറേ വലുതെന്തൊക്കെയോ പ്രതീക്ഷിച്ച് പാക്കേജിലുള്ള സമയത്ത് ഏതായാലും ഈ തേച്ചെണ്ണ ഉണ്ടാക്കുന്നേക്കാം. ഈ സാധനം കണ്ടോ കൂടി കൂടി വരുന്നു. ഇങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതാ ഇവിടെ താഴെ റൗണ്ടായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു വലിക്ക് അങ്ങോട്ട് പോകും, ഒരു വലിക്ക് ഇങ്ങോട്ട് പോകും. അങ്ങനെ വരാണിതാ ഈ കളർ വരുന്നു. ഇപ്പോൾ നോക്കി കളർ ഒരു നീല കളറാക്കി സെറ്റായി. നീല കളറ് നീല കളറുണ്ടാകും. ഇത് അങ്ങോട്ട് വരയ്ക്കാൻ സെറ്റിട്ട് അതിലേക്ക് നീല കളർ വരുന്നു. ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് പകുതി ആയതുകൊണ്ടാണ്. എന്താ ഇങ്ങനത്തെ തൊപ്പി കുറേ ആൾക്കാർ ഇടുന്നത് കേട്ടോ, തൊപ്പി ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ തൊപ്പികളാണ്. അങ്ങനെ 3 ദിവസത്തെ യാത്ര, മണാലി യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് റിട്ടേൺ ആണ്. ഇപ്പോൾ സമയം 5:35. ഇനി 6 മണിക്ക് ഇവിടുന്ന് ബസ്സിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം. 6:30 മണാലി ബസ് എടുക്കും. അപ്പോൾ ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് മണാലി ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പെരും മഴയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ മഴ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വീട് കണ്ട് അടൽ ടണലൊക്കെ നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു. സ്നോഫാൾ ഞങ്ങൾക്ക് മിസ്സായി. പ്രശ്നമില്ല, നല്ല മഞ്ഞുണ്ടായിരുന്നു. പെരും തണുപ്പും. കാറിലൊക്കെ ഹീറ്ററിട്ടാണ് പോകണം. ഇപ്പോൾ ഇതാ ജസ്റ്റ് ഏതാനും മിനിറ്റുകൾക്കകം ഞങ്ങൾ മണാലി ബസ് സ്റ്റാൻഡിലെത്തും. അവിടുന്ന് ബസ് കയറിയിട്ട് തിരിച്ച് ഡൽഹിയിലോട്ട്. അതിനുശേഷം ഡൽഹി എത്തിയിട്ട് പ്ലാനൊന്നുമില്ല, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. നോക്കട്ടെ, ഏതായാലും ബസ് കയറിട്ട് എന്നിട്ട് തീരുമാനിക്കാം. അതാ ബസ്സുകളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതൊക്കെ ഡൽഹിക്ക് കൂടുന്ന ബസ്സുകളാണ്. ഓൾറെഡി കുറേ ബസ്സുകൾ പോയി. ഞങ്ങൾ ബസ് 6:30 പുറപ്പെടും. ഏതായാലും ഞങ്ങൾ 2-3 ദിവസം ഞങ്ങളെല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയ ബ്രദറാണിത്. ബ്രദർ നോക്കാൻ പറയുന്നില്ല. നല്ല മഴയായിട്ടില്ലേ, സൂക്ഷിച്ച് പിടിക്കണം. നല്ല മഴയുണ്ട്, റോഡൊന്നും കാണുന്നില്ല. ആകെ മഞ്ഞ് പിടിച്ചെടുക്കുകയാണ്. ഈ ഗ്ലാസ് മാത്രമല്ല, പുറത്ത് തന്നെ അവസ്ഥ ഫുള്ളും മഞ്ഞ് മൂടിക്കെടുക്കുകയാണ്. ഞങ്ങൾ മണാലിയോട് വിട പറയുകയാണ്. ഇതാണ് ഞങ്ങൾ ഇന്ന് സഞ്ചരിച്ച കാർ കേട്ടോ. ഇത്ര ദിവസം സ്വിഫ്റ്റിലായിരുന്നു. എന്താ അവിടെ ബസ് സ്റ്റാൻഡ് അവിടെയാണ്. ഞങ്ങൾ അങ്ങോട്ട് എത്തി, ലഗേജൊക്കെ ഇറക്കിയിട്ട് അങ്ങനെ മണാലി യാത്രയ്ക്ക് വിട പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രൈവറിനോട് വിട പറയുകയാണ്. ഓക്കെ ബൈ, താങ്ക് യു ഫോർ ഓൾ ഫുൾ സപ്പോർട്ട്. ആൾ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. തണുത്തിട്ട് കൈ വറുക്കുന്നുണ്ട്. ഞങ്ങൾ ലഗേജൊക്കെ എടുത്തിട്ട് അതാണ് ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ ലഗേജ് എടുത്ത് അങ്ങോട്ട് പോയിട്ട് റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അത് ട്രാക്കുണ്ട്, ഷർട്ടൊക്കെ ഇട്ട് പിന്നെ ഷൂ മാറ്റി ചെരുപ്പിട്ടിരുന്നു. റാഫ്റ്റിങ്ങിൽ ഫുള്ള് ഇതാവേണ്ട എത്തിയിട്ട്. പിന്നെ അതിന് ശേഷം നല്ല സമയം കിട്ടിയില്ല. എൻ്റെ തണുത്തിട്ടില്ലേ, കൈയൊക്കെ വിറക്കുന്നു. നമ്മളെ ബസ് നമ്പർ, ഒരു മിനിറ്റ്, നമ്മളെ ബസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റാൻഡിൽ കയറിയിട്ട് എടുത്ത സൈഡെന്നാണ് പറഞ്ഞത്. എല്ലാവരും നമ്മളെ കാല് നോക്കുന്നു. ഏത് പൊട്ടന്മാരി ഇത് വിട്ടിട്ടില്ല. നമ്മളെ ബസ് നമ്പർ ഒരു മിനിറ്റടാ, 1797 HR. ഇവിടെ എവിടെയോ ഉണ്ട്. കയറിട്ട് ബാക്കി തണുത്തോട് ചെയ്യാം. ഞങ്ങളെ ബസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മോനെ എത്ര കാലമായിട്ട് കയറണം ആഗ്രഹിക്കുന്നതെന്നറിയോ? നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കാനിയല്ലേ, അതിൽ കുറേ കയറണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ സെയിം ബസ്സാണ് ഇന്ന് ഞങ്ങൾക്ക് പോകാനുള്ളത്. കാംബ്രുനാഗ് ഹോളിഡേയ്സ്. ഇന്നലെ കൂടി ചിന്തിച്ചിട്ടുള്ളൂ ഇങ്ങനത്തെ ബസ് കിട്ടണം കിട്ടി. ഞങ്ങളെ ബസ് സീറ്റ് നമ്പർ എത്ര? 25, 26, 28 അല്ലേ? ചോർച്ചയുണ്ട് ബസ് ഫുള്ളുണ്ട്. ആടെ ചോർച്ചയുണ്ട്, ഇവിടെ ചോർച്ചയുണ്ട്, ബാക്കിൽ ചോർച്ചയുണ്ട്. ഇത് കൊട പിടിച്ചിരിക്കേണ്ടി വരും മോനെ. ആ കാശ് ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ കൊട പിടിച്ചിരിക്കേണ്ട അവസ്ഥ നമുക്ക് എത്തിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഫൈനൽ ബസ്സിൽ കയറി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാവോ? ഇതിങ്ങനെ ചോർച്ചയുണ്ട്, ഇത് ഭയങ്കര ചോർച്ചയുണ്ട്. ഫ്രണ്ട് നോക്കിയേ, നല്ല ചോർച്ചയാണ് ഫ്രണ്ടിൽ. സമയം രാത്രി 2:30 മണി. ഞങ്ങൾ വന്ന ബസ്സിൽ അവിടെ കാംബ്രുനാഗ് ഹോളിഡേയ്സ്. നല്ല ചോർന്നൊലിക്കുന്ന ബസ്. ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ചോർന്നൊലിക്കുന്നില്ല. ഒരു മഹാവീർ ധാബ എന്നുള്ള സ്ഥലത്ത് നിർത്തിയേക്കാണ്. ഞങ്ങൾ പുറപ്പെട്ടിട്ട് 8 മണിക്കൂറായി.
6:30 തൊട്ട് 2:30 മണി മഹാവീർ ധാബ. ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കട്ടെ. ഇതിൻ്റെ സൈഡ് കുറച്ച് ഷോപ്പുകളൊക്കെയാണ്, ജ്യൂസ് ബാർ അത്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് അവസാനമുള്ളത് പാൻ ഷോപ്പ് എന്തൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കട്ടെ, ചായയെങ്കിലും കുടിക്കട്ടെ. എടോ ഞങ്ങൾ ചായ കുടിക്കായപ്പോൾ ഞങ്ങൾ ബസ് എടുത്ത് ഞങ്ങളുണ്ട്. വാടാ വാടാ വാടാ. ഒരു ചായക്ക് 45 രൂപ, വേറെ ഓപ്ഷനില്ല. വായിച്ചിട്ടും പയച്ചിട്ടും പോയി, ഉറക്ക് പോയി. അടിപൊളി ചായ. താങ്ക് യു ബ്രദർ.